ആരെല്ലാം അർഹതപ്പെട്ടവർ എന്നത് എങ്ങനെ മനസ്സിലാക്കാം? പൂർണ്ണ വിശദീകരണം. ഏതെങ്കിലും സർക്കാർ പദ്ധതി വരുമ്പോൾ ആളുകൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഞാൻ ഇതിന് അർഹനാണോ എന്നതാണ്. പദ്ധതി അർഹത അറിയാൻ ആദ്യം ചെയ്യേണ്ടത് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം മനസ്സിലാക്കുകയാണ്. കർഷകർക്കുള്ള പദ്ധതിയാണെങ്കിൽ കർഷകർക്കേ അർഹത ഉണ്ടാകൂ. തൊഴിലാളികൾക്കുള്ള പദ്ധതിയാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കേ ലഭിക്കൂ. അടുത്തത് വരുമാന പരിധിയാണ്. പല പദ്ധതികളിലും വാർഷിക വരുമാന പരിധി നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ പരിധിക്ക് മുകളിലുള്ളവർ അർഹത നഷ്ടപ്പെടും. കുടുംബസ്ഥിതിയും പ്രധാനമാണ്. വിധവകൾ, വികലാംഗർ, വയോജനങ്ങൾ, ഒറ്റത്തല കുടുംബങ്ങൾ ഇവർക്കായി പ്രത്യേക അർഹത വ്യവസ്ഥകൾ പല പദ്ധതികളിലുമുണ്ട്. താമസ സ്ഥലവും നിർണായകമാണ്. കേരള സർക്കാർ പദ്ധതിയാണെങ്കിൽ കേരളത്തിലെ സ്ഥിരതാമസക്കാരനാകണം. കേന്ദ്ര സർക്കാർ പദ്ധതിയാണെങ്കിൽ ഇന്ത്യയിലെ പൗരത്വമുണ്ടായിരിക്കണം. അവസാനം രേഖകളാണ് ആധാർ, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട്. ഇവ ശരിയായില്ലെങ്കിൽ അർഹത ഉണ്ടെങ്കിലും പദ്ധതി ലഭിക്കാതെ പോകും. അതുകൊണ്ട് ഒരു പദ്ധതി അപേക്ഷിക്കുന്നതിന് മുമ്പ് അർഹത വ്യവസ്ഥകൾ പൂർണ്ണമായി പരിശോധിക്കുക. സ്വന്തം രേഖകൾ അതിനോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. അറിവുള്ള അപേക്ഷകനാകുമ്പോൾ സർക്കാർ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.